ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ന് നിത്തുവിൻ്റെ ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ. അതായത് അവൾക്ക് വേണ്ട ഞാൻ പിന്നീട് പറയാം. അതായത് ഒരു സർപ്രൈസ് വീഡിയോ ആണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. അവളുടെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ടൊരു സർപ്രൈസാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞങ്ങൾ നേരെ പത്രിപ്പാല പോകട്ടെ, ഞങ്ങളൊരു ഷോപ്പിലോട്ട് പോവാണ്. നിത്തു ഉറങ്ങുകയാണ്. അപ്പം നേരെ ഞങ്ങളങ്ങോട്ട് പോയിട്ട് എന്താ നോക്കാം, കാണിച്ചു തരാം കേട്ടോ എന്താണ് സർപ്രൈസ്. അങ്ങനെ ഇതാ നമ്മളിവിടെ ഷോപ്പിലെത്തിയിട്ട് നമ്മൾ പത്തിരിപ്പാലയിൽ നിന്ന് കിഡ്സിൻ്റെ ഷോപ്പിലാണ് കയറിയത്. അവിടെ നിറയെ ടെഡ്ഡി ഇരിക്കുന്നുണ്ട്, പിന്നെ കുറേ കാറ് അങ്ങനെയുള്ള നിറയെ ഐറ്റംസ്, കിഡ്സിന് പറ്റിയ നിറയെ ഐറ്റംസൊക്കെ ഉണ്ട്. സൈക്കിള്, പിന്നെ എന്താ പറയുക ബാഗ്, സ്കൂളൊക്കെ തോന്നില്ല. അപ്പോൾ ഫുൾ കിഡ്സിന് പറ്റിയ സാധനങ്ങളായിരുന്നു. അതിൽ മെറ്റൽ കാറുകളുണ്ട്, സാധാ കാറുകളുണ്ട്. അപ്പോൾ നമ്മൾ മെറ്റൽ ടൈപ്പുള്ള കാറാണ് മേടിച്ചിട്ട്. അതാകുമ്പോൾ കുറച്ച് ക്യാഷ് കൂടുതലാണെങ്കിൽ നമുക്ക് ഇവളെ എറിഞ്ഞാൽ പൊട്ടില്ലല്ലോ. കാരണം ഇവളെ എന്താ വെച്ചാൽ ഇവളെ മൊത്തം എറിഞ്ഞ് പൊട്ടിക്കുന്ന ടൈപ്പാണ്. എന്ത് കിട്ടിയാലും കയ്യിൽ നിന്ന് 2 ദിവസം കൊണ്ട് കേടുവരുത്തി തരും. അപ്പോൾ നമ്മൾ ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ മേടിക്കാതെ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി മേടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ നമ്മൾ പൊതിഞ്ഞ്, ഇത് ഏട്ടൻ്റെ ഒരു ഐഡിയ ആയിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ പൊതിഞ്ഞ് കൊടുക്കുക. അപ്പോൾ അവളുടെ എക്സ്പീരിയൻസ് എന്താ നമുക്ക് നേരിട്ട് കണ്ടറിയാം റിയാക്ഷൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ ഒരു ഐഡിയ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പത്തിരിപ്പാലയിൽ നിന്ന് ഇറങ്ങി. നിത്തു വീട്ടിൽ ഉറങ്ങി കേട്ടോ. നിധിയും വീട്ടിൽ ഉറങ്ങാൻ ഞങ്ങൾ ബുള്ളറ്റിലാണ് വന്നത്. ഞങ്ങൾ 2 ആൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ MVD ഇങ്ങോട്ട് തിരിച്ച് വരുന്നുണ്ട്. ഞങ്ങൾ ഏട്ടനാണെങ്കിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പെടുന്ന് വിചാരിച്ചു, പക്ഷേ ഞങ്ങൾ എസ്കേപ്പായി. അങ്ങനെ ഞങ്ങൾ വീടെത്താറായി. അവളെ എണിച്ചിട്ടുണ്ട് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ അമ്മനെ വിളിച്ചു ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അവളെ എണിച്ചു പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ കാത്തിരിക്കുക. അങ്ങനെ ഞങ്ങളിതാ വീടെത്താറായി കേട്ടോ. വീടെത്തി. ഏട്ടൻ പോയിട്ട് അവളെ എടുത്തിട്ട് വന്ന് അവളെ കണ്ണെല്ലാം പൊത്തി എന്തോ ഒരു സാധനം കാണിച്ചു കൊടുക്കണവരെ, വിഷുക്കണി കാണിച്ചു കൊടുക്കണവരെ കൊണ്ടേ. അവൾ കണ്ണു തുറന്നാലേ ഇത് കിട്ടാൻ പറ്റുള്ളൂ. എന്താ അത്? നോക്ക്, എന്താ നോക്ക്. പൊട്ടിക്കത് പൊട്ടിക്ക്. ആ പൊട്ടിച്ചോ പേപ്പർ പൊട്ടിക്ക്. നാളം വന്നിട്ട് അവൾക്ക് അത് കാണിച്ചു കൊടുക്കണ്ടപ്പോ. നേരെ പൊട്ടിക്ക്, മെല്ലെ പൊട്ടിക്ക്. അതിനകത്തൊരു സാധനം ഉണ്ട് ഇത്തുവിന്. പൊട്ടിക്ക് ഇഞ്ഞും പൊട്ടിക്ക്. നിധി തെളിഞ്ഞമ്മ വേഗം പൊട്ടിക്ക്. കുഞ്ഞാവ കരയണു. എന്താ ഇത്തത്? പൊട്ടിക്ക്. നിത്തുനാണ്. ബൈക്കാ? കേക്കാണത്. കേക്ക് ഇങ്ങനെ പൊതിഞ്ഞിട്ട് കൊണ്ടുവന്നത് അച്ഛൻ. ഇനി മനസ്സിലായില്ല അതെന്താന്ന്. നിത്തുവിന് മനസ്സിലായില്ല എന്താന്ന്. എന്താ നിത്തു? എന്തത്? നിക്ക് ഇപ്പൊ കാണിച്ചു തരാ അച്ഛ. കേക്കല്ല, നോക്ക് എന്താ നോക്ക്. അതെന്താ നോക്ക്. എന്താ ഇത് ചെറിയൊക്കെ വരുന്നു. നിത്തു അങ്ങ് നോക്ക്. കോറ് കാണിച്ചവിടെ വെക്ക്. അത് നിക്ക്, അത് ഫസ്റ്റ് അവിടെ വെക്ക്. താഴെ വെക്ക്. അത് ഓണാക്ക്, താഴെ ഓണാക്കണം. നിത്തോണ് ഓട്ടണ്. ഇത് സൂപ്പർ ആയിട്ടുണ്ടാ. ലിത്തു പേടിച്ചു. അതിന് വീട് നല്ല ആള്. ഇതാണ് കാർ ഓട്ടുന്ന ആള്. നീ കൈ കൊണ്ട് ഓട്ടിക്കോ. വിലയൊക്കെ ഉണ്ട്. അടിപൊളിയുണ്ടാ?
സൂപ്പർ ഉണ്ടാ തുണി ഇട്ടിട്ടുണ്ടോ? ഇല്ല താഴെ തന്നെ ഉണ്ട്. മടി കയറിയിട്ടാണ്. സൂപ്പർ എന്നിട്ട് നോക്ക്. സൂപ്പർ താഴെ ഇറങ്ങി ഓട്ട്. താഴെ ഇറങ്ങി ഓട്ടതാ. ഇറങ്ങണ്ട. അങ്ങനെ അവൾ ഒത്തിരി ഹാപ്പി, കൂട്ടത്തിൽ ഞങ്ങളും ഹാപ്പിയായി. അവളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കണ്ടിട്ട്. ഇതാണ് സർപ്രൈസ്. ശരിക്കും അവൾ സർപ്രൈസ് ആയിട്ടോ. സത്യം പറഞ്ഞാൽ അവൾക്ക് നിറയെ ടോയ്സ് ഉണ്ട്. പക്ഷെ അതെല്ലാം അവൾക്ക് മറ്റേ ടെഡി ബിയറും അങ്ങനത്തെ കുറേ ടോയ്സ് ആണ്. ഇങ്ങനെ കാറായിട്ട് അവൾക്ക് ഇതുവരെ ഒരു ടോയ് ആയിട്ടില്ല. കാറായിട്ട് അവൾക്ക് ഇതുവരെയൊക്കെ ഒന്നും മേടിച്ചിട്ടില്ല. കാറ്, ബൈക്ക് അങ്ങനെയൊന്നും മേടിച്ചിട്ടില്ല. എന്താണെന്നറിയില്ല, പൊതുവെ മേടിക്കാൻ മേടിച്ചു. പിന്നെ എന്തുകൊണ്ടും മേടിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ അത് മാത്രമേ മേടിച്ചില്ല. നിറയെ പൊമ്മക്കുട്ടികൾ, മാനക്കുട്ടികൾ അങ്ങനെയുള്ള നിറയെ ടെഡി ബിയറാണ്. പക്ഷേ ഈ ഒരു സാധനം മേടിച്ചിട്ടില്ല. അപ്പോൾ അവൾക്ക് ഈ ഒരു സാധനം അവൾ പുറത്തുപോയി അവൾക്കത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ആ വണ്ടിനോട് ഭയങ്കര താല്പര്യമായി തോന്നി. പിന്നെ വീട്ടിൽ പോയാൽ മാഗുവിൻ്റെ കൂടെ ഇങ്ങനെ ചിലപ്പോൾ തല്ലുകൂടുന്നതാണ്. അപ്പോൾ വിചാരിച്ചു ഇനി ഇവൾക്ക് കാറ് മേടിച്ച് കൊടുക്കണം എന്ന് തോന്നൽ. അപ്പോൾ ശരി, റിമോട്ട് കാറാണ് ഇപ്പോൾ ആഗുവിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അവൾക്ക് റിമോട്ട് കാർ തന്നെ മേടിച്ചാൽ റിമോട്ട് കാർ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പോകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് മേടിച്ച്. സംഭവം കൊള്ളാട്ടോ, എറിഞ്ഞാലൊന്നും പൊട്ടില്ല. കുറച്ച് ക്വാളിറ്റിയൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, അടിപൊളി. കാരണം അവൾ ഇഷ്ടമായി അവൾക്ക്. അവൾ ശരിക്കും സർപ്രൈസായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുഞ്ഞു സർപ്രൈസ് വീഡിയോ കേട്ടോ. അവളുടെ സർപ്രൈസ് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. അപ്പോൾ ഏട്ടമ്പോൾ നമുക്ക് ഗിഫ്റ്റ് പേപ്പറിൽ നമുക്ക് പൊതിഞ്ഞിട്ടൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ അവളത് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ അവൾക്ക് എന്താണെന്ന് നമുക്ക് അവളുടെ സർപ്രൈസ് റിയാക്ഷനൊക്കെ നോക്കാണ്ട് അങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് പേപ്പേഴ്സിലിങ്ങനെ പേപ്പറിൽ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ ഞങ്ങൾ പൊതിഞ്ഞിട്ടാണ് വന്നിട്ടോ. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വലിയൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും.